വണക്കം, വന്ദനം, നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ആൾ. സ്വാഗതം ചെയ്യുകയാണ് ട്രേഡർ ഓപ്ഷൻ ട്രേഡറിലേക്ക്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി. ഞാനൊരു SEBI രജിസ്റ്റർ അഡ്വൈസറല്ല. അതുകൊണ്ട് തന്നെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. എല്ലായിടത്തും ക്ഷമ ചോദിക്കുകയാണ്. റെഗുലറായിട്ട് വീഡിയോ ഇടാൻ പറ്റുന്നില്ല. കാര്യത്തിൽ ബാക്ക് ടു ബാക്ക് വർക്കും ട്രാവലും ഫുൾ യാത്രയിലാണ്. കേരളവും തമിഴ്നാടും ഒക്കെ ആയിട്ട് വർക്കിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്ക് ടു ബാക്ക് നമുക്ക് ഇടാൻ പറ്റുന്നില്ല. അതേസമയം ടെലഗ്രാം ചാനലിൽ ചാർട്ട് പോസ്റ്റ് ചെയ്തിട്ട് പോയിൻ്റ് ഓഫ് കൺട്രോളും പറയുന്നുണ്ട്. പറ്റുന്ന സമയത്ത് അവിടെ ചോദ്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ സംശയങ്ങൾ ആരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ എനിക്കറിയാവുന്ന എന്തെങ്കിലും ഇൻഫർമേഷൻ അവിടെ, അല്ലെങ്കിൽ ഞാൻ പഠിച്ചതോ ഞാൻ ലൈവ് മാർക്കറ്റിൽ എൻ്റെ അനാലിസിസ് കാണുന്നതോ അവിടെ ടെലഗ്രാം ചാനൽ ചാറ്റിൽ കൊടുക്കാറുമുണ്ട്, ഡിസ്കസ് ചെയ്യാറുമുണ്ട്. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് 7:32 28-ാം തീയതിയാണ്, ഓഗസ്റ്റ് മാസം. അടുത്ത എക്സ്പയറിയൊക്കെ മാറുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചോണം. വ്യാഴാഴ്ച അല്ല നിഫ്റ്റിക്ക്, അതേപോലെ സെൻസെക്സിന് ചൊവ്വാഴ്ച അല്ല എക്സ്പയറി. സോ ഇതൊക്കെ നിങ്ങൾ വാർത്തകൾ അറിഞ്ഞു കാണും. എങ്കിലും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് മാർക്കറ്റിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇത് നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 15 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് ഇത്. ഇന്നലെ എക്സാക്ട്ലി ലാസ്റ്റ് ട്രേഡിംഗ് ഡേ നമ്മൾ ചാർട്ട് കൊടുത്തിരുന്നു. നമ്മുടെ താഴെ സപ്പോർട്ട് ലെവലിൻ്റെ താഴെയാണ് ഇത് ഓപ്പൺ ആവുകയും എന്നിട്ട് താഴോട്ടുള്ള ഒരു മൊമെൻറ്റം തന്നെ കൊടുക്കുകയുമാണ് ഇന്നലെ ചെയ്തത്. അത് മീൻസ് ലാസ്റ്റ് ട്രേഡിംഗ് ഡേ ബിഫോർ യെസ്റ്റർഡേ. ഇന്നലെ വിനായക ചതുർത്ഥി ആയതുകൊണ്ട് ബിലേറ്റഡ് വിഷസ് എല്ലാവർക്കും. ഇന്ന് 50 രൂപ, 47-50 രൂപയാണ് പോയിൻ്റ് ഓഫ് കൺട്രോൾ നമുക്ക് കണ്ടുവരുന്നത്. നമുക്ക് താഴോട്ട് 24,645 ബ്രേക്ക് ചെയ്താൽ, അതേസമയം ബ്രേക്ക് ചെയ്താൽ മാത്രം പോരാ, ഇന്ന് ഇത് കാണാൻ പാടില്ല. അതായത് ഫ്യൂച്ചറും നിഫ്റ്റിയും ഒരേ സൈഡിൽ, നിഫ്റ്റിയുടെ ഫ്യൂച്ചറും നിഫ്റ്റിയുടെ സ്പോട്ടും ഒരേപോലെ ഓപ്പൺ ആകണം, ഒരേപോലെ യാത്ര ചെയ്യാൻ തുടങ്ങണം. ഇതൊരു കാര്യം ഒന്ന് നോക്കിക്കൊള്ളുക. പിന്നെ ഇൻ കേസ് ഇതിൻ്റെ താഴെയാണെന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ താഴെ ഓപ്പൺ ആകുന്നതും ബാക്കി പാരാമീറ്ററൊക്കെ ചേർന്ന് വരികയാണെങ്കിൽ, 2-3 പാരാമീറ്റേഴ്സ് ഉണ്ട്, അതെല്ലാം ചേർന്ന് വന്നാൽ നമുക്ക് ഈ ദിവസത്തെ എൻ്റെ ക്ലോസ് ഉണ്ടോ, ഇവിടുത്തെ ഒരു ഗ്യാപ്പ് കണ്ടോ, ഈ ഒരു ഗ്യാപ്പ്, അതായത് ഈ ദിവസം 12 ഓഗസ്റ്റിന് നമുക്കൊരു ഗ്യാപ്പുണ്ട്. അതായത് അവിടെ 12 ഓഗസ്റ്റിന് ക്ലോസ് ചെയ്തത് 24,547 ക്ലോസ് ചെയ്തത്. എങ്കിലോ അടുത്ത ട്രേഡിംഗ് ഡേ, അതിൻ്റെ അടുത്ത ട്രേഡിംഗ് ഡേ ഓപ്പൺ ആയത് 13-ാം തീയതി ഓഗസ്റ്റിൽ ഓപ്പൺ ആയത് 24,625. സോ ഇവിടെ ഒരു ഗ്യാപ്പുണ്ട്. ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ 645 അവിടെ താഴെ ഓപ്പൺ ആവുകയും, അതേസമയം വേറെ കുറച്ച് പാരാമീറ്ററുകളുണ്ട്. ഒരു പാരാമീറ്റർ ഞാൻ പറയാം, നിഫ്റ്റിയും സ്പോട്ടും നിഫ്റ്റി ഫ്യൂച്ചറും ഒരേപോലെ ഓപ്പൺ ആവണം, അതേപോലെ ഒരേപോലെ സസ്റ്റെയിനും ചെയ്യണം. ഓക്കെ, അതല്ലാതെ നിഫ്റ്റി ഫ്യൂച്ചർ ഓപ്പണായി മുകളിലോട്ട് ഗ്രീൻ ക്യാൻഡിലും നിഫ്റ്റി സ്പോട്ട് ഓപ്പണായി താഴെ റെഡ് ക്യാൻഡിൽ തന്നു കഴിഞ്ഞാൽ അതിൽ കോൺട്രവേഴ്സി ഉണ്ട്. ദാറ്റ് മീൻസ് ഡിസ്കോഡും ഉണ്ട്. അപ്പോൾ അത് അവർ പ്രീമിയം മെൽറ്റ് ചെയ്യാനായിട്ടുള്ള തയ്യാറെടുപ്പിലായിരിക്കും. ഇന്ന് എക്സ്പയറിയും കൂടിയാണ്. സോ ഇത് നോക്കുക. ഇന്ന് മന്ത്ലി എക്സ്പയറി ആണ്, ഓഗസ്റ്റ് മാസത്തിൻ്റെ. സോ ഇത് നോക്കിയിട്ട് ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ താഴെയുള്ള ഒരു അക്സെപ്റ്റൻസ് കിട്ടാൻ ചാൻസ് ഉണ്ട്, അത് ഓപ്പൺ ആവാൻ. അല്ലാതെ ഫ്ലാറ്റ് ഓപ്പൺ തന്നെ ആണെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഈ ലെവൽസൊക്കെ നോക്കുക. ഈ ലെവൽസ് വരുമ്പോൾ എങ്ങനെ കൺട്രോൾ ചെയ്യണം നോക്കുക. എന്നിട്ട് എത്ര പേര് ഈ POC വെച്ചിട്ടുള്ള സ്ട്രാറ്റജീസ് റെഡിയാക്കിയിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. പോയിൻ്റ് ഓഫ് കൺട്രോൾ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ട്രേഡ് എടുക്കണോ വേണ്ടയോ, ട്രേഡ് എടുക്കണമെങ്കിൽ ഏത് പാരാമീറ്റർ നമുക്ക് കറക്റ്റായിട്ട് ഇരിക്കണം. ആ പാരാമീറ്റർ കറക്റ്റായിട്ടുണ്ടെങ്കിൽ നമ്മൾ എൻട്രി എടുത്താൽ മതി. അപ്പോൾ ഇതിനൊക്കെ ക്ഷമാശീലത വേണം. നിങ്ങൾ ഈ 1 മിനിറ്റും 2 മിനിറ്റിൻ്റെ ക്യാൻഡിൽ സ്റ്റിക്കൊക്കെ വച്ച് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അതിന് ക്ഷമയില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ആരൊക്കെ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പഠിപ്പിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുന്നുണ്ടോ, 1 മിനിറ്റിൻ്റെ അല്ലെങ്കിൽ 2 മിനിറ്റിൻ്റെ 3 മിനിറ്റിൻ്റെയൊക്കെ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആരെങ്കിലും പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അതിനുള്ളതല്ല. ഇത് മനസ്സിലാക്കുക. ഏത് മാർക്കറ്റാണെങ്കിലും അതിനുള്ളതല്ല. ക്ഷമാശീലതയോടുകൂടി നമ്മൾ മാർക്കറ്റിനെ നോക്കിയാൽ മാത്രമേ നമുക്ക് എൻട്രിയും എക്സിറ്റും കിട്ടുകയുള്ളൂ. പിന്നെ വെപ്രാളം പാടില്ല. അതായത് ഇത്രയും വലിയ ക്യാൻഡിൽ രാവിലെ ആദ്യത്തെ 15 മിനിറ്റിൽ ഫില്ലായി. അതിനുശേഷം നമുക്കറിയാം ഇവിടെ എന്ത് ചെയ്യണം, എങ്ങനെയാണ് ചെയ്യണം എന്നുള്ളത്. നമുക്ക് ഇനി ഈ ഓണം ഒന്ന് കഴിഞ്ഞോട്ടെ. ഓണം ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഓണം വരെയും ഞാൻ തിരക്കായിരിക്കും. ഈ ഒരു 10-ാം തീയതി വരെ, 10-ാം തീയതി 5-ാം തീയതി വരെ തന്നെ
അതിനുശേഷം പറ്റുമെങ്കിൽ ഒരു ചില ദിവസങ്ങൾ നമുക്ക് ലൈവ് ചെയ്യാൻ പറ്റും, ലൈവ് മാർക്കറ്റിൽ ചെയ്യാൻ പറ്റും. അതേപോലെ ഒരു വീക്കിലി ഒരു ദിവസം നമുക്ക് ഡിസ്കസ് ചെയ്യാനും പറ്റും. സോ ഇത് നോക്കുക. ഇത്രയും നേരം കണ്ടതിൽ നന്ദി, നമസ്കാരം. വീണ്ടും ഒരു വീഡിയോയിൽ കണ്ടുമുട്ടാം. താങ്ക് യു വെരി മച്ച്.